ഇന്നത്തെ തിരുവരങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബൈബിൾ പഠിക്കാൻ തയ്യാറാണോ? ആഗ്രഹമാണോ? ഓരോ ദിവസവും ബൈബിൾ പഠിക്കും തോറും ഇത് കൂടുതൽ കൂടുതൽ പഠിക്കണം, കൂടുതൽ കൂടുതൽ വായിക്കണം എന്നൊരാഗ്രഹം തോന്നാറുണ്ടോ ഉള്ളിൽ? അവിടെയാണ് ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനം. നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം അല്ലേ? ദൈവമേ, വചനം വായിക്കാനും പഠിക്കാനുമുള്ള കൃപ അങ്ങ് നൽകുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുനാഥ, ഓരോ ദിവസവും വായിക്കുന്ന വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും ആ വചനത്തിനനുസരിച്ച് ജീവിക്കുവാനും ആവശ്യമായ കൃപകൾ അങ്ങ് നൽകുന്നുണ്ടല്ലോ. ദൈവമേ, വചനത്തിലൂടെ അങ്ങയെ കണ്ടെത്തുവാനും വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നടത്തുവാനും അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. മാതാവേ, ഞങ്ങൾക്ക് വചനം വായിക്കുവാനും അത് കൂടുതൽ കൂടുതൽ ഗ്രഹിക്കുവാനും വചനത്തോടുള്ള ഒരു തീഷ്ണതാ മനോഭാവവും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധ യേശുവേ പിതാവേ, തോമാസ് ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗത്തിലെ എല്ലാ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ഇന്ന് നമ്മൾ തോബിത്തിൻ്റെ പുസ്തകത്തിൽ എങ്ങനെയാണ് തോബിത്തിൻ്റെ മകൻ തോബിയാസ് ഒരു പിശാചിനെ ഓടിക്കുന്നുണ്ട്. പിശാചെന്ന് കേൾക്കുമ്പോൾ പേടിയുണ്ടോ പിള്ളേർക്ക്? കൂട്ടുകാർക്ക് പേടിയുണ്ടോ പിശാചിനെ? പിശാചിനെ കണ്ടിട്ടുണ്ടോ? പിശാചിനെ ഓടിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ പിന്നെ കണ്ടാലും കുഴപ്പമില്ലല്ലോ അല്ലേ? നമുക്കങ്ങ് ഓടിച്ചാൽ മതി. ബൈബിൾ വായിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തോബിയാസ് പിശാചിനെ ഓടിക്കുന്ന ഒരു സംഭവമുണ്ട്. അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. തോബിത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് അറിയാനായിട്ട് സാധിക്കും. 3-ാമത്തെ അധ്യായത്തിലും 6-ാമത്തെ അധ്യായത്തിലും ഒക്കെ ആ സംഭവം വിവരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, ഇപ്രകാരമാണ് ആ കഥ പറയുന്നത്. ഋഗ്വേലിൻ്റെ ഭാര്യ ഏദ്ന, അദ്ദേഹത്തിൻ്റെ മകളാണ് സാറ, ഏക മകളാണ് സാറ. ഈ സാറായെ കല്യാണം കഴിഞ്ഞ് ആ രാത്രിയിൽ തന്നെ ആ സാറായുടെ ഭർത്താവിനെ ഈ പിശാച് വന്ന് കൊല്ലുന്നു. അതാണ് സംഭവം. അങ്ങനെ ഒരാളെ കല്യാണം കഴിച്ചു, 2 ആളെ കല്യാണം കഴിച്ചു, അങ്ങനെ 7 പേരെയും കല്യാണം കഴിച്ചു. ആ കല്യാണ ദിവസം തന്നെ രാത്രിയിൽ ഒരു പിശാച് വന്ന്, ഒരു ദുർഭൂതം വന്ന് ഈ കെട്ടുന്ന ചെറുക്കനെ കൊന്നു കളയുന്നു. അങ്ങനെ സാറായിക്ക്, നമുക്കറിയാം പഴയ നിയമത്തിലൊക്കെ കല്യാണം കഴിക്കാതിരിക്കുക, മക്കളുണ്ടാകാതിരിക്കുക എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ശാപമായിട്ടാണ് അവർ കാണുന്നത്. മക്കളുണ്ടാകുന്നത്, ധാരാളം മക്കളുണ്ടാകുന്നത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണെന്നാണ് അവരുടെ അന്നത്തെ മനസ്സിൻ്റെ അവസ്ഥ. അങ്ങനെയായിരുന്നു. അപ്പം മക്കൾ ദൈവാനുഗ്രഹം, ദൈവത്തിൻ്റെ ദാനമാണ് അല്ലേ? അപ്പോൾ ഈ സാറായിക്ക് ഒരു ഭർത്താവിനെ പോലും കിട്ടുന്നില്ല എന്നുള്ളൊരു ദുഃഖത്തിലാണ് അവരിയ്ക്കുന്നത്. അങ്ങനെ ആ കുടുംബം അങ്ങനെ അവിടെ താമസിക്കുന്നു. അപ്പോൾ തോബിത്തും തോബിയാസും തോബിത്തിൻ്റെ ഭാര്യ അന്നായും ഇവർ ബന്ധുക്കളാണ്. പക്ഷെ അവർ മറ്റ് സ്ഥലത്താണ് താമസിക്കുന്നത്. ഇങ്ങനെ ഈ തോബിത്ത് നാട് കടത്തപ്പെട്ട കാലത്ത് അവൻ ജോലി ചെയ്തിരുന്ന പൈസയെല്ലാം ഗബായേൽ എന്ന് പറയുന്ന ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10 താലന്ത് വെള്ളി, അതൊരു വലിയ സമ്പാദ്യം, 10 താലന്ത് വെള്ളി ഈ ഗബായേലിനെ തോബിത്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം നാട്ടിൽ തിരിച്ചു വന്ന് തൻ്റെ ഭാര്യയോടും മകനോടും ഒക്കെ ചേർന്ന് കഴിഞ്ഞപ്പം ഈ മകനെ ഈ ഗബായേലിൻ്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. ഞാൻ ഏൽപ്പിച്ച 10 താലന്ത് വെള്ളി തിരിച്ചു തരാൻ. കാരണം അവൻ നല്ല വിശ്വസ്തനാണ്, ദൈവഭക്തനാണ്, അത് യാതൊരു കുഴപ്പവും കൂടാതെ തിരിച്ചു തരും. വചനം പറയുന്നത് അവർ ചെന്ന് കണ്ടപ്പം മുദ്ര പൊട്ടിക്കാതെ, അതെന്താണെന്ന് തുറന്നു പോലും നോക്കാതെ കൊടുത്തെന്നാണ് പറഞ്ഞത്. അത്ര വിശ്വസ്തനാ. അങ്ങനെ ഇത് അയക്കാനായിട്ട് അന്യനാട്ടിലേക്ക് ഈ മകനെ പറഞ്ഞേക്കുക. അപ്പം മകൻ പറഞ്ഞു, എനിക്കറിയത്തില്ലല്ലോ, ഈ ഗബായേലിനെ അറിയത്തില്ല, ആ നാട്ടിലേക്കും അറിയത്തില്ല. അപ്പോൾ എനിക്കൊരു വഴിക്ക് ഒരു കൂട്ടുകാരനെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആ പറഞ്ഞു, ശരിയാ, ആ വഴി അറിയാവുന്ന പരിചയസമ്പന്നനായ ഒരാളെ കിട്ടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അസറിയ എന്ന് പറഞ്ഞ ഒരാളെ കിട്ടി. കൂലി കൊടുത്താൽ മതി, അവൻ അവിടെ വരെ പോയേച്ച് പോരും. ഇന്നാണെങ്കിൽ ടാക്സി പിടിക്കാം അല്ലേ? അന്നൊക്കെ ഇങ്ങനെ കൂലിക്ക് ആളെ പിടിക്കുന്നത്, ടാക്സി ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ വഴിക്കൊരു കൂട്ടുമായി ഇടവഴി കൂടെയും കാട്ടിക്കൂടെയൊക്കെ പോകണം. ഇങ്ങനെ അസറിയായും നമ്മുടെ തോബിയാസും കൂടി യാത്ര ചെയ്ത് അങ്ങ് പോവുക. അങ്ങനെ പോയി ഇടയ്ക്കൊക്കെ ഓരോ സ്ഥലത്ത് വിശ്രമം എടുക്കും.
അങ്ങനെ വിശ്രമം എടുക്കാനായിട്ട് ഇവർ കയറിയത് സാറായുടെ വീട്ടിലാണ്. അങ്ങനെ സാറായുടെ വീട്ടിൽ ചെന്നപ്പോൾ സാറ പറഞ്ഞത് ആരാണ്ടോ വരുന്നുണ്ടല്ലോ നമ്മുടെ വീട്ടിലേക്ക്. അങ്ങനെ ഇവർ ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ ഈ നാട്ടിൽ നിന്നാണ് വരുന്നത്. ഓ, അവിടെ നിങ്ങൾ തോബിത്ത് എന്ന് പറഞ്ഞ ഒരാൾ അവിടെയുണ്ട്, അവനെ അറിയുമോ? അന്നേരം ഇപ്പം പറഞ്ഞു, തോബിത്ത് എൻ്റെ പിതാവാന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊന്നുകൂടെ ചോദിച്ചു, അയ്യോ, തോബിത്തിൻ്റെ അതേ ഛായയാണല്ലോ നിനക്ക്. നിൻ്റെ പേരെന്നാ? എൻ്റെ പേര് തോബിയാസ്. എന്തോ തോബിത്തിനെ പോലെ തന്നെ ഇരിക്കുന്നല്ലോ നിൻ്റെ മുഖഛായ, പിതാവിൻ്റെ അതേ മുഖമാണല്ലോ. കയറി വാ, അവനെൻ്റെ ബന്ധുവാ, നിനക്കറിയാവോ? നീ പിന്നെ വലിയ സദ്യ ഒരുക്കുന്നു എന്ന് റഘുവൽ പറയാ. ഏദനായോടും മകൾ സാറായോടും പറയാം, വേഗാട്ടെ, കാട്ടുംകുട്ടിയെ കൊല്ല്, വലിയ സദ്യ ഒരുക്ക്. നമ്മുടെ ദേ അങ്ങ് ദൂരേന്ന് പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മലബാറിൽ നിന്ന് വല്ലവരും വന്നെന്ന് പറഞ്ഞാൽ വലിയ വാർത്തയാണ്. മലബാറിൽ നിന്ന് വരും ബന്ധുക്കളും കൊച്ചമ്മയും പേരമ്മമാരൊക്കെ. അന്ന് കള്ളയപ്പമൊക്കെ ഉണ്ടാക്കി വലിയ മുട്ടക്കറിയും കോഴിക്കറിയൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞ പോലെ. ഇത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്. പറഞ്ഞ് നമ്മൾ കാട്ടുംകുട്ടിയൊക്കെ ഒന്ന് വേഗം സദ്യ ഒരുക്കണം, എല്ലാവരെയും വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ ആ വീട്ടിൽ വലിയൊരു സദ്യ ഒരുക്കുക. ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? തോബിയാസിനും കൂടെ വന്ന അസറിയായിക്കും വേണ്ടിയിട്ട്. ഇങ്ങനെ ഇവർ സദ്യയെല്ലാം ഒരുക്കി കഴിഞ്ഞപ്പോഴത്തേനും ഇവർ പറഞ്ഞു, സദ്യയൊക്കെ ഞങ്ങൾ കഴിക്കാം, പക്ഷേ നിൻ്റെ ഒരു മകളില്ലേ സാറ, അവൾക്ക് പറ്റിയ ഭർത്താവാണ്, നിൻ്റെ ബന്ധുവായി ഇവന്. അപ്പം നിൻ്റെ അടുത്ത ബന്ധുവായ ഇവൻ വേണം അവളെ കല്യാണം കഴിക്കാൻ എന്ന് ഈ അസറിയാസ് പറഞ്ഞു. റഘുവൽ പതുക്കെ ഒന്ന് വിഷമിച്ചിട്ട് പറഞ്ഞു, അതൊക്കെ ഞാൻ പറയാം, പക്ഷേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതൊക്കെ ഞാൻ അറിഞ്ഞു. 7 പേരെ കല്യാണം കഴിച്ച് 7 പേര് മരിച്ചതല്ലേ എന്ന് ചോദിച്ചു. ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ ഇവർക്ക് അറിയാവോ? ഞാൻ പറഞ്ഞു, അതെല്ലാം ഞങ്ങൾക്കറിയാം, പക്ഷേ ഇതെല്ലാം സമ്മതിച്ചുകൊണ്ട് ഒരു വിവാഹ ഉടമ്പടി ചെയ്താൽ മാത്രമേ ഞങ്ങൾ സദ്യ കഴിക്കുള്ളൂ. ഓ, റഘുവലിന് വലിയ സന്തോഷമായി. ഇനി ആരാ ഇവളെ കെട്ടാൻ പറയണേന്ന് ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടൊരു വിവാഹ ആലോചനയായിട്ട് വന്നിരിക്കുക. പക്ഷേ എൻ്റെ ബന്ധുവല്ലേ, എൻ്റെ ബന്ധു തോബിത്തിൻ്റെ മകനല്ലേ, ഇവനും ഇന്ന് രാത്രി മരിക്കുമല്ലോ, ആ ദുർഭൂതം വന്ന് ഇവനെയും കൊല്ലൂല്ലോ. അപ്പോൾ അസറിയാസ് പറഞ്ഞു, നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, അവനെ ആരും കൊല്ലത്തൊന്നുമില്ല, അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാ എന്ന് പറഞ്ഞു. അപ്പോൾ സാറായിക്കാണെ വലിയ വിഷമമാണ്. കാരണം തൻ്റെ പിതാവിൻ്റെ പരിചാരകരുണ്ട്, അവരെല്ലാം അവളെ കളിയാക്കിക്കൊണ്ടിരിക്കുക. നിനക്കറിയാവോ, തലേ ദിവസം കൂടെ കളിയാക്കിയതാ. നിനക്കറിയാവോ നിൻ്റെ പിതാവ് നിന്നെ ഓർത്ത് എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന്? സത്യം പറ, നീ തന്നെയല്ലേ ഓരോരുത്തരെയും കൊന്നേ? സാറാ നോക്കുവോ, ഞാനാണ് എൻ്റെ ഭർത്താക്കന്മാരെ കൊന്ന്. ഈ 2 പരിചാരകരും കൂടി സാറായുടെ മേൽ വലിയ ആരോപണങ്ങളൊക്കെ അയക്കുക. നീ വിവാഹരാത്രിയിൽ നിൻ്റെ ഭർത്താക്കന്മാരെ കഴുത്ത് ഞെരിച്ച് നീ കൊന്നതല്ലേ? എന്നിട്ട് നീ പറയുക ദുർഭൂതം. എന്നിട്ട് ഒരു പരിചാരക മറ്റോളം ഇരിക്കുക, നീ ദുർഭൂതത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ വീട്ടിൽ കണ്ടിട്ടില്ല. നീ ദുർഭൂതത്തെ കണ്ടിട്ടോ? ഞാൻ ഇന്നേ വരെ ഈ വീട്ടിൽ ഒരു ദുർഭൂതത്തെ കണ്ടിട്ടില്ല. ഓ, പിന്നെ ഇവളുടെ അടുത്ത് മാത്രമാണ് ദുർഭൂതം കൊള്ളുന്നത്. പാവം നമ്മുടെ യജമാനൻ എന്തുമാത്രം വേദനിക്കുന്നുണ്ട് ഈ മകളെ ഓർത്തുകൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഈ പരിചാരകരെല്ലാം ഇവളെ കളിയാക്കുക. ഇവള് മാറി നിന്ന് കരയും. എന്നിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, നീ കാണുന്നില്ലേ? ഹൃദയം നുറുങ്ങി അവൾ പ്രാർത്ഥിച്ചെന്നാണ് പറയണത്. എന്നിട്ട് എൻ്റെ പരിചാരകൾ എന്നെ കളിയാക്കുന്നു, നാട്ടുകാരെന്നെ കളിയാക്കുന്നു, ഇങ്ങനെ എല്ലാവരും കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഇവള് ദൈവസന്നിധിയിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിക്കുക, ദൈവത്തോട് കേണപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരാൾ ഇതെല്ലാം അറിഞ്ഞിട്ടും അവളെ കല്യാണം കഴിക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുന്നത്. അവൾക്കും വലിയ സന്തോഷമാണ്, പക്ഷേ ഉള്ളിൽ പേടിയാ, ഇന്നും ഒരു മരണം ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തുണ്ട്. റഘുവലും പറയുക, നമ്മൾക്ക് ഇന്നൊരാളെയും കൂടെ സംസ്കരിക്കണമായിരിക്കും എന്നൊക്കെ ഓർത്ത് എന്തായാലും വിവാഹ ഉടമ്പടി ചെയ്ത് അവർ സദ്യ കഴിച്ചു. അങ്ങനെ കല്യാണവും കഴിച്ചു. അങ്ങനെ ഇവർ തനിച്ചായ സമയത്ത് ഇവർ പറഞ്ഞു, സാറ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, അങ്ങയുടെ ജീവനെ പ്രതിയാണ് ഞാൻ വേദനിക്കുന്നത്, എൻ്റെ കല്യാണം കഴിഞ്ഞതിൻ്റെ സന്തോഷമൊന്നുമല്ല, അങ്ങയുടെ ജീവൻ ഇന്ന് തീരുമല്ലോ എന്നുള്ള ഒരു വേദനയാണ് എൻ്റെ ഹൃദയത്തിലെന്ന് പറഞ്ഞു. അന്നേരം ഇവന് ഒരു കെട്ടിൽ നിന്നൊരു ഒരു പൊതിയെടുത്ത് കാണിച്ച് എന്നിട്ട് പറഞ്ഞ്, സാറ ഇങ്ങനെ നോക്കുക, ഇതെന്താ? അതെ, ഞങ്ങളിങ്ങ് പോന്നപ്പം
പോകുന്ന വഴിക്ക് ഒരു മത്സ്യം എന്നെ വിഴുങ്ങാനായിട്ട് വന്നു. ആ മത്സ്യത്തെ ഞാൻ പിടിച്ച് അതിൻ്റെ ചങ്കും കരളും എടുത്തിരിക്കുക. അതിൻ്റെ ചങ്കും കരളും പുകച്ചാൽ ഏതൊരു ദുർഭൂതവും വീട് വിട്ട് ഓടിപ്പോകും. അതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ധൂപകലശത്തിൽ ആ തീക്കകത്തിട്ട് ഈ ചങ്കും കരളും പുകയ്ക്കാം. അന്നേരം പുകയുണ്ടാകും. ആ പുകയിൽ ഈ ദുർഭൂതം ഓടിപ്പോക്കോളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെയുണ്ടോ? അങ്ങനത് സാറാ നോക്കി നിൽക്കുക. അപ്പോൾ തോബിയാസ് ധൂപകലശത്തിൽ തീയുണ്ടാക്കി ഇത് പുകച്ചു. ഇത് പുകച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ദുർഭൂതം അവിടുന്ന് ഇറങ്ങി ഓടിപ്പോയി. അങ്ങനെ ആ പിശാചിനെ തോബിയാസ് ഒഴിപ്പിച്ച് അവർ സന്തോഷമായിട്ട് അവിടെ ജീവിച്ചു. പിന്നെ വീണ്ടും തിരിച്ച് കൂട്ടുകാരൻ്റെ അടുക്കൽ പോയി 10 താലന്ത് വെള്ളിയൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു സംഭവമാണ് ഇന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചത്. അപ്പം ദൈവത്തിൻ്റെ പ്രത്യേക കൃപ കൊണ്ട് ആ മത്സ്യത്തിൻ്റെ ചങ്കും കരളും പുകച്ച് തോബിയാസ് ആരെ ഓടിച്ചു? ഓടിച്ചു. അങ്ങനെ ആർക്കും ചെയ്യാൻ സാധിക്കാതിരുന്ന ആ കർമ്മം ചെയ്ത് സാറായെ തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുക ചെയ്ത്. നിങ്ങൾക്ക് ഈ സംഭവം ഇഷ്ടപ്പെട്ടോ? ഇതൊരു നല്ല സ്കിറ്റ് ആക്കാൻ പറ്റുകയല്ലേ? പറ്റും അല്ലേ? നമുക്ക് കുട്ടികൾ കളിക്കുന്ന സ്കിറ്റ് കാണാം. ശരി, നമുക്കിപ്പോൾ നമ്മുടെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന സ്കിറ്റ് നമുക്ക് ഇപ്പോൾ ആസ്വദിക്കാം. നീ അറിഞ്ഞോ? എന്താ? നമ്മുടെ യജമാന്റെ മകൾ സാറാ ഇല്ലേ, അവളുടെ 7ാമത്തെ ഭർത്താവിനെ ആ ദുർഭൂതം കൊന്നു കളഞ്ഞു. കഷ്ടം തന്നെ. പാവം നമ്മുടെ യജമാന് തന്റെ മകളെ ഓർത്ത് കരയുന്നു. ദുർഭൂതമൊന്നുമല്ല, അവൾ തന്നെയാണ് 7 ഭർത്താക്കന്മാരെ കൊന്നതെന്നാ നാട്ടുകാർ പറയുന്നത്. എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. ഈ വീട്ടിൽ നമ്മൾ ആരും ഇന്ന് വരെ ഒരു ദുർഭൂതത്തെ കണ്ടിട്ടില്ലല്ലോ. ഞാനിതുവരെയും കണ്ടിട്ടില്ല. സാറാ, സത്യം പറയൂ, നീ തന്നെയല്ലേ നിന്റെ 7 ഭർത്താക്കന്മാരെ കഴുത്ത് നെരിച്ച് കൊന്നത്? നീ അവരെ കൊന്നത് തന്നെയാ. നിനക്ക് 7 ഭർത്താക്കന്മാരെ ലഭിച്ചു. അവരുടെ ആരുടെയും നാമം ധരിക്കാൻ നിനക്ക് ഇടയായില്ലല്ലോ. ഞങ്ങളെ തല്ലുന്ന എന്തിനാണ്? നിന്റെ 7 ഭർത്താക്കന്മാർ മരിച്ചെങ്കിൽ നീയും അവരോട് പോവുക. നിന്റെ മകനെയോ മകളെയോ കാണാൻ ഞങ്ങൾക്ക് ഇടവരാതിരിക്കട്ടെ. എന്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. അങ്ങയുടെ പരിശുദ്ധവും സ്തുത്യർഹവുമായ നാമം എന്നെന്നും സ്തുതിക്കപ്പെടട്ടെ. ഞാൻ ഈ അധിക്ഷേപങ്ങൾ കേൾക്കുന്നതെല്ലാം അങ്ങ് കാണുന്നുണ്ടല്ലോ. ഞാൻ പുരുഷന്മാരുടെ കൂടെ പാപം ചെയ്തിട്ടില്ലെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. എന്റെ 7 ഭർത്താക്കന്മാരും മരിച്ചു. ഞാൻ ഇനി എന്തിനു ജീവിക്കണം? എനിക്കിനി ഈ ഭൂമിയിൽ ജീവിക്കണ്ട. ഞാൻ ജീവിക്കണമെന്നാണ് അങ്ങയുടെ ഹിതമെങ്കിൽ ഈ ദാസിയുടെ മേൽ കരുണ കാണിക്കണമേ. ഇനി മേലിൽ അധിക്ഷേപങ്ങൾ കേൾക്കാൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ. സഹോദര, എന്റെ പിതാവ് 10 താലന്ത് വെള്ളിയാണ് ഗബായേലിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. തോബിയാസ്, നീ ഒട്ടും പേടിക്കണ്ട. നിന്റെ പിതാവ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുഴുവൻ പണവും നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എനിക്ക് ഗബായേലിനെ നന്നായി അറിയാം. അതുകൊണ്ടാണല്ലോ എന്റെ പിതാവ്
നിന്നെ തന്നെ എനിക്ക് കൂട്ടിനായി വിട്ടത്. ഇന്ന് നാം ആകെ ക്ഷീണിച്ചു. ആയതിനാൽ ഇന്ന് നമുക്ക് രഘുവേന്റെ കൂടെ താമസിക്കാം. അവനും നീയും ബന്ധുവാണ്. അവന് ഒരു മകളേ ഉള്ളൂ, സാറ. അവളെ നീ വിവാഹം കഴിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. വേണ്ട, ഞാനിപ്പോൾ വിവാഹം കഴിക്കുന്നില്ല. അവൾ സുന്ദരിയാണ്. അവളുടെ അടുത്ത ബന്ധു നീ മാത്രമാണ്. മോശയുടെ നിയമപ്രകാരം നീയാണ് അവളെ വിവാഹം കഴിക്കേണ്ടത്. ആ പെൺകുട്ടി 7 പേരെ വിവാഹം ചെയ്തതാണെന്നും അവരോരോരുത്തരും മണവറയിൽ വെച്ച് മരിച്ചെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. നിനക്ക് മരിക്കാൻ ഭയമാണല്ലേ? എന്റെ പിതാവിന്റെ ഏക മകനാണ് ഞാൻ. മണവറയിൽ പ്രവേശിച്ചാൽ ഞാനും എന്റെ മുൻഗാമികളെ പോലെ തന്നെ മരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നിന്റെ ചിരത്തിന്റെ ഇടയിൽ നിന്ന് തന്നെ ഭാര്യയെ സ്വീകരിക്കണമെന്ന് നിന്റെ പിതാവ് ആജ്ഞാപിച്ചിട്ടുള്ളത് നീ ഓർക്കുന്നില്ലേ? അത് ശരി തന്നെ. എന്നാൽ ഞാൻ മരിക്കാൻ എന്റെ പിതാവ് ആഗ്രഹിക്കുന്നില്ല. പിശാചിനെ പറ്റി നീ പേടിക്കണ്ട. നീ മണിയറയിൽ പ്രവേശിക്കുമ്പോൾ പാത്രത്തിലെ തീയിൽ മത്സ്യത്തിന്റെ ചങ്കം കറവിട്ട് പുകയ്ക്കുക. അതിന്റെ മണം ഏറ്റവുടൻ പിശാച് ഓടി അകലും. പിന്നീട് ഒരിക്കലും വരികയില്ല. ഇത് സത്യമോ? സത്യമാണ്. അനാദി മുതലേ അവൾ നിനക്ക് നിശ്ചയിക്കപ്പെട്ടവളാണ്. നീ അവളെ രക്ഷിക്കും. അവൾ നിന്നോടുകൂടെ വരികയും ചെയ്യും. എങ്കിൽ ഞാൻ അവളെ സ്വീകരിക്കാം. പിതാവേ, പിതാവേ, ആരോ 2 പേർ നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നുണ്ടല്ലോ. യതന, നോക്കൂ, ഈ യുവാവിന് എന്റെ പുത്രന്റെ നല്ല ചായ. സഹോദരരെ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നിനവേൻ വിപ്രവാസികളായ നിഫ്താലി വംശ രാജാവാണ് ഞങ്ങൾ. ഞങ്ങളുടെ സഹോദരൻ തോബീത്തിനെ നിങ്ങൾ അറിയുമോ? അറിയാം. അവന് സുഖമാണോ? സുഖമാണ്. അവൻ എന്റെ പിതാവാണ്. എന്ത്? തോബീത്തിന്റെ പുത്രനോ? ഉത്തമനും കുലീനനുമായ തോബീത്തിന്റെ പുത്രനോ? ആട്ടിൻപറ്റത്തിൽ നിന്നും ഏറ്റവും നല്ല മുട്ടാടിനെ കൊന്ന് ഇന്ന് സദ്യ ഒരുക്കുവിൻ. ശരി, അങ്ങനെയാകാം. രഘുവേ, നിന്റെ ബന്ധുവായ തോബത്തിന്റെ മകനാണ് ഈ തോബിയാസ്. ആയതിനാൽ മോശയുടെ നിയമപ്രകാരം ഇവനാണ് നിന്റെ മകൾ സാറെ വിവാഹം കഴിക്കേണ്ടത്. അത് ശരിയാണ്. പക്ഷേ എനിക്കൊരു സത്യം തുറന്നു പറയുവാനുണ്ട്. ഞാൻ എൻ്റെ പുത്രിയെ 7 ഭർത്താക്കന്മാർക്ക് നൽകിയതാണ്. എന്നാൽ അവളെ സമീപിച്ച രാത്രിയിൽ തന്നെ അവരോരോരുത്തരും മൃതി അടഞ്ഞു. അതെല്ലാം ഞാൻ അറിഞ്ഞു. എങ്കിൽ ഇപ്പോൾ തന്നെ മോശയുടെ നിയമപ്രകാരം വിവാഹ വാഗ്ദാനം എഴുതി നിനക്ക് അവളെ സ്വീകരിക്കാം. ഏതനാ, അമ്മ വിളിച്ചോ? വിവാഹ വാഗ്ദാനം എഴുതുവാൻ ചുരുൾ കൊണ്ടുവരൂ. രണ്ടുപേരും ഇതിൽ ഒപ്പുവയ്ക്കൂ. കുഞ്ഞെ, ധൈര്യമായിരിക്കുക. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖം അകറ്റി നിനക്ക് സന്തോഷമേകും. ധൈര്യം അവലംബിക്കൂ. സാറ, നാഥ,
അങ്ങയുടെ ജീവനെ പ്രതി ഞാൻ വേദനിക്കുന്നു. അങ്ങയെയും ഈ രാത്രി ആ പിശാച് കൊന്നു കളയുമോ? ഇല്ല സാറ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അങ്ങയുടെ വിശുദ്ധവും മഹനീയവുമായ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ. അവിടുന്ന് ആദ്യത്തെ സൃഷ്ടിച്ചു. അവന് തുണയും താങ്ങുമായി ഹൗവയെ അവിടുന്ന് ഭാര്യയായി നൽകി. അവരിൽ നിന്ന് മാനവവംശം ഉദ്ഭവിച്ചു. എന്താണിത്? സാറ, ഇത് ധൂവകലശം. ഇത് മത്സ്യത്തിന്റെ ചങ്കും കരളും. ഈ കണ്ണിലിൽ ഇത് പുകച്ചാൽ ആ മണം എല്ലാ പിശാചുക്കളെയും ഓടിക്കും. ദൈവം നമ്മെ സംരക്ഷിക്കും. കർത്താവേ, ഞാൻ അവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലൊത്ത് ജീവിക്കുന്നതിന് എന്നെ അനുഗ്രഹിച്ചാലും. ആമേൻ. എല്ലാവർക്കും സ്കിറ്റ് ഇഷ്ടപ്പെട്ടോ? പിശാച് ഓടിപ്പോകുന്നൊക്കെ കണ്ടോ? ധൂപകലശത്തിൽ പുകച്ചപ്പോൾ പിശാച് ഓടിപ്പോയി അല്ലേ? സാറ പ്രാർത്ഥിച്ചപ്പോഴാ സാറായുടെ പ്രാർത്ഥന എവിടെ ചെന്നു? കണ്ടോ? നമ്മൾ ഭൂമിയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ, നമ്മുടെ മുറിയുടെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിച്ചാൽ, നമ്മൾ ഹൃദയത്തിൽ ദൈവമേ എന്നൊന്ന് വിളിച്ചാൽ ആ പ്രാർത്ഥന എവിടെ ചൊല്ലുമെന്നാ പറയുന്നത്? കണ്ടോ? ഇതുപോലെയുള്ള കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് സാറായിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, നിരാശപ്പെടാൻ നമുക്ക് അവകാശമില്ല. നമുക്ക് എന്തിനുള്ള അവകാശം ഇല്ല? പരീക്ഷയ്ക്കൊന്ന് തോറ്റുപോയി, നിരാശപ്പെടണോ? ടീച്ചർ ഒന്ന് വഴക്ക് പറഞ്ഞു, നിരാശപ്പെടണോ? അമ്മയ്ക്ക് ഇഷ്ടമില്ലെന്ന് തോന്നി, നിരാശപ്പെടണോ? എൻ്റെ അമ്മ വിദേശത്ത് ജോലി ചെയ്യുന്നേ, എൻ്റെ കൂട്ടുകാരുടെയൊക്കെ അമ്മ കൂടെയുണ്ട്, എനിക്ക് നിരാശ, ആവശ്യമുണ്ടോ? അമ്മ ഇസ്രായേലിലായിരിക്കാം, അമ്മ ഇറ്റലിയിലായിരിക്കാം, പക്ഷെ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. രണ്ടാമത് നമ്മൾ സാറായിൽ നിന്ന് പഠിക്കേണ്ടത്, വേദനകളുണ്ടായാൽ എങ്ങോട്ടേക്കാണ് ഓടണ്ടേ? എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങളിൽ വേദനകൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആ സമയം നമ്മൾ എങ്ങോട്ടേക്കാണ് ഓടേണ്ടത്? എങ്ങോട്ടേക്കാണ് ഓടേണ്ടത്? ദൈവസന്നിധിയിലേക്ക് ഓടണം. സാറ അങ്ങനെയാണ്. സാറായിൽ നമ്മൾ പഠിക്കേണ്ടത് അതാ. കണ്ടോ? ഉള്ളുരുകി പ്രാർത്ഥിച്ചപ്പോൾ അത് ഞാൻ കേട്ടു എന്നാണ് ദൈവം പറയുന്നത്. സാറായുടെ ഉള്ളുരുകിയുള്ള പ്രാർത്ഥന ഞാൻ കേട്ടു. അപ്പം നമുക്കും ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, ഉള്ളുരുകുന്ന വേദന വന്നാൽ ആ വേദന ആരോടും പറഞ്ഞുകൊണ്ട് നടക്കണ്ട. ആ വേദനയെ നിരാശപ്പെടുകയും വേണ്ട. പ്രത്യാശയോടുകൂടി ആരോട് പ്രാർത്ഥിക്കണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമുക്ക് അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഇന്ന് ചോദിക്കാം അല്ലേ? പിന്നെ മറ്റൊരു കാര്യം, 7 കല്യാണം കഴിച്ചു. ആ ഒരു സ്ത്രീയെ വീണ്ടും കെട്ടാനായിട്ട് തോബിയാസ് തയ്യാറായി അല്ലേ? അത് ദൈവത്തിൻ്റെ ഹിതമാണ്. ഞാൻ അവൾക്കൊരു ജീവിതം കൊടുക്കണം.
ഞാൻ മുഖാന്തരം അവളെ പ്രത്യാശയിലേക്ക് കൊണ്ടുവരണം. അത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് അറിയുമ്പോൾ മനുഷ്യരുടെ ചിന്തകളെല്ലാം മാറ്റിവെച്ച് തോബിയാസ് അവളെ കല്യാണം കഴിക്കാൻ തയ്യാറായി. അപ്പോഴത്തേ അവിടെ ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് ഒഴുകി അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് ഒഴുകുന്ന ചില പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞാൽ അതിനെതിരെ കണ്ണടയ്ക്കാൻ നമുക്ക് അവകാശമില്ല. നാം ആ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ മാത്രമേ നമുക്ക് അവകാശം ഉള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് നമ്മൾ അന്വേഷിക്കണം. അത് പ്രാർത്ഥനയിലൂടെ ചെയ്യുന്നത്. പ്രാർത്ഥനയോടെ ചെയ്യുമ്പം ദൈവം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് തോന്നിച്ചു തരും. നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ദൈവം തോന്നിച്ചു തരും. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ? ഇപ്പോൾ 2 കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവഹിതം തിരിച്ചറിയുവാനായിട്ട് എപ്പോഴും നമ്മൾ തോബിയാസ് അന്വേഷിച്ചതുപോലെ അന്വേഷിക്കണം. സാറ പ്രാർത്ഥിച്ചതുപോലെ നിരാശപ്പെടാതെ പ്രത്യാശയോടുകൂടി ഹൃദയം നുറുങ്ങിയ വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴും ആരോട് പ്രാർത്ഥിക്കണം? പ്രാർത്ഥിക്കണം. നമുക്ക് ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ? നല്ല ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ വിഷമങ്ങളെയും ഞങ്ങളുടെ സങ്കടങ്ങളെയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോനാഥ, ഞങ്ങൾക്ക് ജന്മം നൽകിയ ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങൾക്കങ്ങ് കൂട്ടായിട്ട് തന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, അവരുടെ കുറവുകളോടും അവരുടെ ബലഹീനതകളോടും അവരുടെ പോരായ്മകളോടും ഒക്കെ ചേർത്ത് വെച്ച് ദൈവമേ ഞങ്ങൾ അവരെ സ്വീകരിച്ച് അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈശോനാഥ, ഞങ്ങളുടെ കാണപ്പെട്ട ദൈവങ്ങളാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ. അവർക്ക് എന്തൊക്കെ കുറവുണ്ടെങ്കിലും അവരെ സ്നേഹിക്കുവാനും അവരുടെ ഹിതം അനുസരിക്കുവാനും സാറ ചെയ്തതുപോലെ തൻ്റെ പിതാവിന് വേദന വരുമല്ലോ എന്ന് കരുതി മരിക്കാതെ സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ ധൈര്യം കാണിച്ചു. ദൈവമേ, ഞങ്ങളുടെ സഹനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ പതറാതെ അങ്ങയുടെ കരം പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് സന്തോഷകരമാവുന്ന രീതിയിൽ ആ രീതി തിരിച്ചറിയുവാനും അതിലൂടെ ജീവിക്കുവാനും ഈശോയെ അങ്ങ് ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. ഈശോനാഥ, വേദനകൾ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ മറ്റൊന്നിലേക്കും തിരിയാതെ മറ്റ് ചെറിയ ചെറിയ കൊച്ചു സന്തോഷങ്ങൾ, നശ്വരമായ സന്തോഷങ്ങളിലേക്ക് തിരിയാതെ ശാശ്വതമായ സന്തോഷമാകുന്ന അങ്ങയിലേക്ക് തിരിയുവാൻ, എല്ലാ പ്രശ്നത്തിനും പരിഹാരം അങ്ങയിൽ തന്നെ കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവര ദാനങ്ങളും നൽകണമേ. പ്രത്യാശ എന്ന പുണ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവമേ, നിരാശപ്പെടുന്ന സന്ദർഭങ്ങളിലും വേദന അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം പ്രത്യാശയോടുകൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് വരുവാൻ ദൈവമേ അങ്ങേ കുഞ്ഞുങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗത്തിലെ എല്ലാ വിശുദ്ധരെ പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി ഈ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. നമുക്കൊന്ന് സ്തുതിയല്ലേ വീട്ടിലേക്ക് പോകാം അല്ലേ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഒന്ന് സ്തുതിയല്ലിക്കേ.